പിന്നെ സെൽഫ് അടിക്കുന്നത് കണ്ടോ, നമ്മൾ വെറുതെ ശരി. നമ്മുടെ നിരത്തിൽ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പോലും പരിചയമുള്ളൊരു വണ്ടി ഏതാണെന്ന് വെച്ചാൽ ബൊലേറോ എന്നാണ് പറയാം. ഇപ്പോൾ ജീവാഗൺ കണ്ടാൽ പറയും ബൊലേറോ ആണ്, എം ക്ലാസ് കണ്ടാൽ പറയും ബൊലേറോ ആണ്, ജിപ്സി കണ്ടാൽ പറയും, ജിംനി കണ്ടാൽ പറയും, എല്ലാം പറയും ബൊലേറോ ആണ്. കാരണം അത്രയ്ക്കുണ്ട് ബൊലേറോയുടെ ജനസമ്മതി എന്നുള്ളതാണ്. വെറുതെ അല്ല, 25 വർഷമായിട്ട് റോട്ടിലുണ്ട്. ഇപ്പോൾ 2000 വന്നിട്ട് ഇന്നിവിടെ നിൽക്കുമ്പോഴും കാര്യമായിട്ട് മാറ്റങ്ങളില്ലാണ്ട് ഒരേ രൂപത്തിൽ ഒരേപോലെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ അധികമില്ല. താങ്ക്സ് ടു ഗവൺമെൻറ്, പോലീസ്, അങ്ങനെ ആളുകളൊക്കെ വാങ്ങുന്ന വണ്ടി എന്ന് പറയാം. ഇത് റൂഡിമെൻ്ററി ആണെന്ന് കണ്ടാൽ തോന്നുമെങ്കിലും ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ചീപ്പ് മെക്കാനിക്കൽസും ഈസി ടു മെയിൻറ്റെയിൻ എന്നുള്ള കാര്യമാണ്. ഏത് വർഷം കൊണ്ടായാലും നേരാക്കാൻ പറ്റുന്ന വണ്ടിയാണ് ബൊലേറോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പിക്കപ്പ് ഉണ്ട്, ഞാനത് അവിടെ ഇവിടെ കൊണ്ട് നേരാക്കാറുണ്ട്. വളരെ സിമ്പിളാണ്. ബാക്കിൽ ലീഫാണ്, ലീഫിടയ്ക്ക് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ബൊലേറോയ്ക്ക് 2025 എന്ത് മാറ്റം വന്നത്? അന്ന് AI കണ്ട വീഡിയോസും ഫോട്ടോസൊന്നും ശരിയല്ല, അതൊന്നുമല്ല മാറ്റങ്ങൾ. ഇതിന് മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്യുവർലി കോസ്മെറ്റിക്കൽ ചേഞ്ചസ് ആണ്, എഞ്ചിനൊന്നും മാറ്റില്ല. എന്തായാലും ആ മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങളോട് പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് വണ്ടി. ഇപ്പോൾ ബ്ലാക്ക് കളർ കണ്ടിട്ട് പുതിയ കളർന്ന് ആളുകൾ പറയും. പുതിയ കളറല്ല, ഇത് വന്ന അന്ന് മുതലേ ബ്ലാക്ക് ഉണ്ട്. ഇതിനെ ഒരു സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ. എന്തായാലും ഈ വണ്ടിയുടെ മാറ്റങ്ങൾ വിശദമായി തന്നെ പറയാം. അകത്തും പുറത്തും കുറച്ച് മാറ്റങ്ങളുണ്ട്. ലീഫ് സ്പ്രിങ് മാറിയിട്ടില്ല, വീല് മാറി അലോയ് ആയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും പറയാം, വരും. ബൊലേറോയുടെ മുന്നിൽ മെറ്റൽ ബമ്പറാണ്. ഈ ബമ്പർ മെറ്റലാണ്. അപ്പോൾ ഒരു സൈഡിൽ സ്കോർപ്പിയൻ പോലുള്ള വണ്ടികൾ 5 സ്റ്റാർ സേഫ്റ്റി കാര്യങ്ങൾ, പെഡസ്ട്രിയൻ സേഫ്റ്റി ഒക്കെ പറയുന്നു. അപ്പുറത്ത് മെറ്റൽ ബമ്പർ പോലുള്ള കാര്യങ്ങൾ. ഇത് മെറ്റൽ തന്നെ അല്ലേ? അതെ, മെറ്റൽ തന്നെയാണ്. ഈ ഗ്രില്ല് മാറി, ഇത് പുതിയ ഗ്രില്ലാണ്. ക്രോം ഇൻസേർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഒരിത്തിരി മുന്നോട്ട് എംബോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എംബോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴെ ആ ഒരു ബമ്പറിലെ ഇടാമുണ്ട്. ഇത് ആ ചെറിയ ഹണിക്കോം പാറ്റേൺ ആണ്. താഴെ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ കൊടുത്ത ഭാഗത്ത് നല്ല ഭംഗിയിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ ഒരു ഫോഗ് ലാമ്പോ കൊടുത്തിട്ടുണ്ട്, ക്ലിയർ ലെൻസാണ്. ഇത് LED അല്ല, ഹലോജൻ തന്നെയാണ്. ഇൻഡിക്കേറ്റർ ഉണ്ട്, ആ ഒരു പാർക്ക് ലൈറ്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. ഓക്കെ, ബോണറ്റിലോ ബോഡി ഷെല്ലിലോ മാറ്റങ്ങളില്ല. ഇപ്പോൾ ഗ്ലാസ്സിലേക്ക് നോക്കിയേ, വൈപ്പർ പൊക്കി വെച്ചിട്ട് കാണാം, മുകളിൽ ഒരു റൂഫ് കാണാം. ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ലതാണ്. ഇതിൻ്റെ ഒരു ഇടയ്ക്ക് കൊടുത്ത ക്രോം ബിറ്റ്സ് നല്ലതാണ്. ഈ ഹണിക്കോം പാറ്റേൺ കൊള്ളാം. ഇതിനകത്ത് AC ഉണ്ട്. ഓക്കെ, അതൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്തായാലും മുന്നിലെ മാറ്റങ്ങളാണ് പ്രകടമായിട്ടുള്ള ഒരു മാറ്റമായിട്ട് ബൊലേറോയെ പറയാനുള്ളത്. ബൊലേറോയുടെ വശങ്ങളിൽ ഒന്നും പറയാനില്ല, ബിജുക്കുട്ടൻ ജയിപ്പിച്ച്. ആകെ പറയാനുള്ളത് ഈ അലോയ് വീൽ ഡിസൈൻ മാറി ഡയമണ്ട് കട്ട് അലോയ് ആയി എന്നുള്ളതാണ്. ഈ ടയറിൻ്റെ ഒരു വലിപ്പമൊക്കെ കണ്ടോ? ഇതിനൊരു ക്ലാഡിങ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതായത് വശങ്ങളോട് കൂടി ക്ലാഡിങ് ഉള്ളതാണ്. ഇതിപ്പോൾ ഗ്ലോസി ബ്ലാക്ക് ആണ്, സ്റ്റെപ്പ് ഉണ്ട്. ഈ ഹാൻഡിലൊക്കെ നമ്മൾ ജീവാങ്ങളുടെ പറയില്ലേ, ക്ലിക്ക് ഫീല്, ആ ഫീലൊക്കെ കൂടെ കാണാം. മിററൊക്കെ സാധാ ഓർഡിനറി മിററാണ്. ഈ ഗ്ലാസ് എന്ന് പറയുന്നത് നിയോ പോലെ തുറക്കാൻ പറ്റില്ല, അതൊരു കാര്യമായിട്ട് കാണാം. ഇത്രയുമാണ് ഇതിൻ്റെ വശങ്ങളിലെ കാര്യം. പിന്നിലും സൈഡിലും ഒന്നും കാര്യമായിട്ട് മാറ്റങ്ങൾ ബൊലേറോയ്ക്ക് വന്നിട്ടില്ല. ഇത് പുതിയ വേരിയൻ്റാണ്, B8. ഇതിൻ്റെ ഈ അലോയ് വീലിൻ്റെ മുകളിൽ കൊടുത്തുള്ള കവർ കണ്ടോ? ഇത് കവർ ആവശ്യമില്ല, വീല് തന്നെ കാണാൻ ഭംഗിയാണ്. വൈപ്പർ ഉണ്ട്, ഡീഫോഗർ ഇല്ല. പക്ഷേ മുകളിൽ ആ ഒരു ലൈറ്റ് ഹൈ പൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ഓക്കെ, ഡീഫോഗർ എന്താ ഇല്ലാത്തത്? കോസ്റ്റ് കട്ടിങ് ആയിരിക്കും. ഇത് തുറന്ന ആ സീറ്റിൽ കാണുന്നുണ്ടോ? ഈ സീറ്റിൽ ഇരിക്കാൻ പറ്റും നമുക്ക് സുഖമായിട്ടൊന്നും പറ്റില്ല, ആവശ്യത്തിന് ഇരിക്കാം. ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ബമ്പർ മെറ്റാലിക് ഫിനിഷിലാണ് കൊടുത്തത്. പാർക്കിംഗ് സെൻസേഴ്സ് ഒബ്വിയസ്ലി ഉണ്ട്, അത് റെഗുലേഷനാണ്, റൂളാണ്. പിന്നെ ഈ വണ്ടിയുടെ ലൈറ്റൊക്കെ കണ്ടോ, ക്ലിയർ ലെൻസ് ആണെന്ന് കാണാം. ഈ ബൊലേറോയുടെ പിൻ സീറ്റ് 2 സീറ്റുകളുണ്ട്. ഓക്കെ, സുഖമായിട്ടിരിക്കാൻ പറ്റിയ സീറ്റുകളല്ല, കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒക്കേഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സീറ്റാണ്. ഞാൻ പറയുന്നത് സീറ്റ് പറത്തി കളഞ്ഞാലും വലിയൊരു ബൂട്ട് കിട്ടുന്നുള്ള ഗുണമുണ്ട്. പക്ഷേ ഇവിടെ സ്പ്ലിറ്റ് സീറ്റ് അല്ല, അത് ഫിക്സഡാണ്. അതുകൊണ്ട് ഈ ബൂട്ടിൻ്റെ സ്പേസ് തന്നെ വേണം യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. മാറ്റങ്ങളൊന്നുമില്ല, കാലികമായിട്ട് മാറ്റങ്ങളില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുത്തിയിട്ടില്ലെന്ന് പറയാം. അപ്പോൾ താറിന് പല ആൾക്കാരും പുറത്തുനിന്ന് മറച്ചിരുന്ന സീറ്റൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കങ്ങനെ ചെയ്യേണ്ടി വരുമായിരിക്കും. ഇവിടെ ഈ ഗ്ലാസ് വേർഷൻ തുറക്കുന്നതൊക്കെ സുഖമായിട്ടാണ്. പിന്നെ ലീഫ് സ്പ്രിങ്ങിന് ഇവർ എന്തോ ഡാമ്പിംഗ് ഒക്കെ മാറ്റി എന്ന് പറയുന്നുണ്ട്, കുറച്ചുകൂടി ഒരു ലൈറ്റ് ആക്കി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, റൂഡിമെൻ്ററി ആയിട്ടുള്ള ലീഫ് സ്പ്രിങ് സസ്പെൻഷൻ ഇപ്പോഴും എന്താ ഈ കാറിലെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിന് ഇത് മതി എന്നുള്ളതാണ്. ഓക്കെ, അത് മതിയായിരിക്കും, റഫ് ആൻഡ് ടഫായിട്ട് ഓടിക്കാനായിരിക്കും. എന്തായാലും 3 റോ സീറ്റുകൾ എന്നുള്ളത് ഇപ്പോഴും ബൊലേറോയുടെ ഗുണമാണ്. ഒക്കേഷനിൽ ഇപ്പോൾ നമ്മൾ കൂട്ടുകാരെ കൂടെ സിനിമയ്ക്ക് പോവാണ്, 5 പേരും 2 പേർക്കും കൂടി ഇരിക്കണമെങ്കിൽ തല്ലുടി കയറി കുത്തിയിരിക്കാൻ പറ്റുന്ന 2 സീറ്റ് ഉണ്ടെന്നുള്ളത് പറയാം. ഇവിടെ ഹെഡ് റൂമൊക്കെ കാര്യമായിട്ടുണ്ട്. ബൊലേറോയുടെ ഒരു കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്, പരിചയപ്പെടുത്താനില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്നാലും ഇതിനും അത് തന്നെയാണെന്ന് പറയണ്ടേ, അതൊന്ന് പറഞ്ഞ് ഉറപ്പിക്കണ്ടേ, അതാണ്. പുതിയ തലമുറ വണ്ടികളിൽ പറഞ്ഞു കേട്ടിട്ടുള്ള പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കീലെസ് എൻട്രി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബൊലേറോ പ്രതീക്ഷിക്കേണ്ട. ഇത് സിമ്പിൾ മെക്കാനിക്സ് ആണ്. ഈസി ആയിട്ട് റിപ്പയർ ചെയ്യാവുന്ന, ഈസി ടു ഓണർഷിപ്പ് അല്ലെങ്കിൽ ഓൺ ചെയ്യാവുന്ന, ഏത് വർഷാപ്പിലും കൊണ്ട് പണിയാവുന്ന ഒരു വണ്ടിയാണ്. ഇതിൽ കാർ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ചെറിയ ഒരു സ്ക്രീൻ ഞാൻ കണ്ടു. പിന്നെ സെൽഫ് അടിക്കുന്നത് കണ്ടോ, നമ്മൾ വെറുതെ ശരി സെൽഫ് അടിക്കാനായിട്ട്
ഞെക്കി പിടിക്കണ്ട, വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, പുഷ് ബട്ടൺ ഞെക്കുമ്പോൾ തിരിച്ചു വിട്ടാൽ മതി. നമ്മുടെ ബെൻഡാക്സ് കയറിപ്പിക്കുന്ന പ്രശ്നം അത് സാധാരണ ഒരു പുതിയ ഡ്രൈവർക്ക് വരില്ലേ, കര സൗണ്ട്, അത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഡോർ പോക്കറ്റ് അവർ വെച്ചിട്ടുണ്ട്. അത് താറിൽ ചെയ്ത താറോക്സ് ചെയ്ത കാര്യമാണ്. ആദ്യം വന്നപ്പോൾ ഡോർ പോക്കറ്റ് ഉണ്ടായില്ല, പിന്നീട് പറഞ്ഞപ്പോൾ പോക്കറ്റ് വെച്ചു, അതുപോലെ ചെയ്തു. ആ ചെറിയ സ്ക്രീനിന് സി പോർട്ടും USB പോർട്ടും കാണാം. വളരെ ചെറിയ സ്ക്രീനാണ്. അത് ഡാഷ്ബോർഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കാണിച്ച ഒരു ഐഡിയ അത് നന്നായിട്ട് തോന്നി. അത് സ്കോർപ്പിയോയിൽ കണ്ട ആ ഒരു ആൻഡ്രോയിഡ് സ്ക്രീനിൻ്റെ അതേ ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. പിന്നെ AC കൺട്രോൾസ് എന്ന് പറയുന്നത് മാനുവൽ AC കൺട്രോൾസ് ആണ്. ഇവിടെ D4 സ്വിച്ച് കാണാം, ഇതിനകത്ത് ഫാൻ സ്പീഡ് കാണുന്നുണ്ട്. ഓക്കെ, മീറ്റർ ക്ലസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ബൊലേറോ കണ്ടിട്ടുള്ള ആ ഡിജിറ്റൽ ക്ലസ്റ്ററാണ്. അപ്പുറത്തൊരു MID ഉണ്ട്. ഈ MID ഇപ്പോൾ ഇല്ല, അതെടുത്ത് കളഞ്ഞൊന്നും തോന്നുന്നു. അതെ, ഈ സ്ക്രീനകത്ത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ടാക്കോമീറ്ററും അല്ലെങ്കിൽ സ്പീഡോമീറ്ററൊക്കെ ഡിജിറ്റലാണ്. ബജാജ് പൾസറിൻ്റെ ഒരു ഷേപ്പുള്ള ഒരു മീറ്റർ ക്ലസ്റ്റർ, അതിൻ്റെ കളർ തീമും ഒക്കെ തന്നെ കാണാം. ഓക്കെ, അതിനകത്ത് TPMS പോലുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ തന്നെ നമ്മൾ ആ ഒരു മീറ്ററിനകത്ത് കൂടെയാണ്. പിന്നെ സ്റ്റിയറിങ്ങിൽ ഓഡിയോ കൺട്രോൾസ് വന്നു. വിപ്ലവകരമായ മാറ്റമാണ്. ഈ സ്റ്റിയറിങ്ങിന് ടിൽറ്റും റേച്ചുമില്ല. അതിലേക്ക് എന്നുള്ള പരാതിയാണ് നമ്മൾ കാണുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ മുകളിലൂടെയാണ്. ഇവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും സീറ്റിനില്ല. ഈ സീറ്റിൻ്റെ അപ്പോൾസിന് മാറിയിട്ടുണ്ട്, പക്ഷേ ബോൾസ്റ്ററിങ് കൂടിയിട്ടില്ല. സാധാ സീറ്റ് തന്നെയാണ്. ഇതിൽ കൺവെൻഷനലി അല്ലാതെ പ്ലേസ് ചെയ്ത പവറിൻ്റെ സ്വിച്ചുകൾ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ കപ്പ് ഹോൾഡർ വന്നു, ബോട്ടിൽ ഹോൾഡർ വന്നു, സ്റ്റോറേജ് സ്പേസ് വന്നു. ഗ്ലോ ബോക്സ് പൂട്ടാൻ പറ്റില്ല. ഓക്കെ, അതൊക്കെ തന്നെ കാര്യമായിട്ട് കാണാം. മിറർ ഡിമ്മിങ് ആണ്, ഓട്ടോ ഡിമ്മിങ് അല്ലെങ്കിൽ കൂടി. ഇവിടെ ചീപ്പായിട്ടുള്ള തന്നെയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്നും മാറ്റിയിട്ടില്ല. പക്ഷേ ഹെഡ് റൂം നല്ലോണമുണ്ട്, നീ റൂമുണ്ട്. ഒരു 2 ബുഷ് മേടിച്ചിട്ട് ജിമ്മിന് വെച്ച പോലെ സീറ്റൊന്ന് ഉയർത്തി നിർത്തിയാൽ ഈ സ്റ്റിയറിങ്ങിൻ്റെ മുകളിലൂടെ നമുക്കത് കാണാമെന്നുള്ളത് വന്നാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയുടെ ബൊലേറോ മാറും. ഓക്കെ, ബൊലേറോ എന്ന് പറയുന്നത് ഒരു റഫ് ആൻഡ് ടഫ് വണ്ടിയാണ്. അത് അങ്ങനെ ഓടിക്കേണ്ട വണ്ടിയാണ്. സ്റ്റിയറിങ് മാറിയിട്ടുണ്ട്. ഈ സ്ക്രീൻ ബൊലേറോ കാണുമ്പോൾ ആ സ്കോർപ്പിയോയുടെ സ്ക്രീൻ പകുതി വെച്ച് മുറിച്ച പോലെയാണ് തോന്നുന്നത്. 7 ഇഞ്ച് സ്ക്രീൻ, ചെറിയ സ്ക്രീനാണ്. ഇപ്പം നിങ്ങൾ സിറ്റി യൂസാണ് കൂടുതൽ, നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫാമിലി കാറാണെങ്കിൽ ഞാൻ പറയാം നിയോ മേടിക്കാനാണ്. കാരണം ഇതിൻ്റെ ഒരു മിഡിൽ സീറ്റൊക്കെ കൊള്ളാം. ഓക്കെ, പക്ഷേ ഈ സീറ്റിൻ്റെ ലെഗ് റൂമൊക്കെ കുറവാണ് ആ വണ്ടി വെച്ച് നോക്കുമ്പോൾ. ഇതിൻ്റെ സീറ്റ് ബേസ് കുറച്ചുകൂടി നല്ലതാണ്, ചെരുവൊക്കെ നല്ലതാണ്. ഇതിനും ഒരു ആംറസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ബൊലേറോയിൽ മാറ്റങ്ങളില്ല അകത്തെന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം കൂടി പറയണം. ഫ്ലാറ്റ് ഫ്ലോറാണെന്ന് പറയാം. ഓക്കെ, ഒരു ബൊലേറോയിൽ കയറി എങ്ങനെയാണ് അതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ 2 എയർ ബാഗും ABSും വന്നിട്ട് ബ്രേക്ക് ബൂസ്റ്റ് ശരിയാക്കിയെന്ന് പറയുന്നത് 2 വണ്ടിക്കും. പിന്നെ സസ്പെൻഷൻ അവരൊന്നും കൂടി സ്മൂത്താക്കി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെയും നല്ല കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ബൊലേറോ മേടിക്കോ, ബൊലേറോ നിയോ മേടിക്കോ, അതോ മറ്റേതെങ്കിലും കോമ്പാക്ട് SUV മേടിക്കോ, പറയൂ. നിയോയിൽ 100 BHP ഉണ്ട്, പക്ഷേ ഇതിൽ 75 BHP ഉള്ളൂ, 210 Nm. ഇത് അതേ 3 സിലിണ്ടർ എഞ്ചിനാണ്, പവർ പ്ലസ് എന്നൊക്കെ പണ്ട് പറയുന്ന എഞ്ചിൻ തന്നെയാണ്. ഇതിപ്പോൾ MHOK 75 എന്നൊരു വിളിക്കുന്നത്. എഞ്ചിൻ റൂമൊക്കെ പാക്കഡ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. എയർ ഫിൽറ്റർ കാണാൻ പറ്റും. ഓക്കെ, പണ്ട് ബൊലേറോയ്ക്ക് 4x4 ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊരു ലെജൻഡ് ആയിരുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോഴും ലെജൻഡിന് കുറവൊന്നുമില്ല. ബോഡി വെയിറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം കൂടുതലാണ്. അതായത് ഒരു വണ്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണിത്. പക്ഷേ കാലം മാറി, കഥ മാറി, അല്ലെങ്കിൽ ടെക്നോളജി വളർന്നു. ആ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഒരു ഇത്തിരി കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റും അവിടെ ഇവിടെ നോക്കുമ്പോൾ. പക്ഷേ ഇതുപോലൊരു വണ്ടി നമുക്ക് വേണം എന്തായാലും. മാരുതിക്ക് ജിമ്നി പോലെ, മഹേന്ദ്രയ്ക്ക് ബൊലേറോ പോലെ, ടാറ്റയ്ക്ക് ഏതാ വണ്ടി നിങ്ങൾ താഴെ കമൻറ്റ് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും കാലമായിട്ട് ഒരു ആൻറ്റിന മാറ്റിയിട്ടില്ല. ഇത് പണ്ട് ലാൻസറിലും അല്ലെങ്കിൽ പജറിലൊക്കെ കണ്ടുണ്ടാവും പവേർഡ് ആൻറ്റിന. ഇത് പവേർഡ് അല്ല, ഇത് മാൻ പവറാണ്. നമ്മൾ തന്നെ പൊക്കി വേണം നമ്മളെ വയ്ക്കാനായിട്ട്. പിന്നെ ഈ വൈപ്പർ കുറച്ച് താഴ്ത്തി വയ്ക്കായിരുന്നു, അത് എന്നും ഞാൻ പറയുന്നതാണ്. ഇത് ആളുടെ കണ്ണുപെടും. ഗ്ലാസ് വാഷ് നോക്കി വെച്ചാൽ കുഴപ്പമില്ല. ബമ്പർ ചെറുതായതുകൊണ്ട് അപ്രോച്ച് ആംഗിൾ ഭയങ്കര ഈസിയാണ്. പക്ഷേ 4x4 ഇല്ല, അതുകൊണ്ട് വലിയ യൂസൊന്നുമില്ല. അപ്രോച്ച് ആംഗിൾ, ഡിപ്പാച്ച് ആംഗിൾ, ബ്രേക്ക് ആംഗിളൊക്കെ 4x4ൻ്റെ കാര്യമാണ്. ഇത് 4x4 അല്ല.